സോ ഇതൊരു ടിപ്പിക്കൽ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഫിഗറാണ്. ആ ടിപ്പിക്കൽ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 to 15 ഡീപ്പായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കോൺക്രീറ്റ് ടാങ്ക്. 10 to 15 ഡീപ്പായിട്ടുള്ള 15 ഫീറ്റ് ഡീപ്പായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ടാങ്കാണിത്. അതിനെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഡൈജസ്റ്റർ. സോ ഈ ഡൈജസ്റ്റർ എന്ന് പറഞ്ഞത് എന്താണ്? ഈ ഡൈജസ്റ്ററാണ് നമ്മൾ പറയുന്ന ആ കോൺക്രീറ്റ് ടാങ്ക്. 10 മുതൽ 15 അടി വരെ ആഴത്തിലുള്ള ഒരു കോൺക്രീറ്റ് ടാങ്കാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഡൈജസ്റ്റർ. ഇതിൽ പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലോട്ടിംഗ് കവർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഫ്ലോട്ടിംഗ് കവറാണ് ഈ ഗ്യാസ് ഹോൾഡർ എന്ന് പറഞ്ഞത്. സോ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് കവറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. ആ ഫ്ലോട്ടിംഗ് കവറാണ് ഗ്യാസ് ഹോൾഡർ. സോ ഇതെന്താണ്? ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് കവർ. അത് ഗ്യാസ് ഹോൾഡർ എന്നാണ് നമ്മൾ പേരിട്ടേക്കണേ. ഈ കോൺക്രീറ്റ് ടാങ്കാണ് നമ്മൾ പറയുന്നത് ഈ ഡൈജസ്റ്റർ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ ബയോ വേസ്റ്റുകൾ ആഡ് ചെയ്യും. ഒരു ഇൻലെറ്റ് ഉണ്ട് ഈ ഡൈജസ്റ്ററിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഇൻലെറ്റ് ഉണ്ട്. ആ ഇൻലെറ്റിലൂടെ നമ്മൾ കാറ്റിൽ ഡങ്ങും വാട്ടറും, അതാണ് നമ്മൾ സ്ലറി ഓഫ് ഡങ് എന്ന് പറയുന്നത്. സോ കാറ്റിൽ ഡങ്ങും വാട്ടറും വേസ്റ്റൊക്കെ നമ്മൾ ബയോ വേസ്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്നത് ഈ ഡൈജസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺക്രീറ്റ് ടാങ്കിലേക്കാണ്. ഇവിടുത്തെ ഈ മൈക്രോബിയൽ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന ബയോഗ്യാസ് പ്രൊഡക്ഷൻ കാരണം ഈ ഗ്യാസ് പ്രൊഡക്ഷനുടെ മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. സോ ഈ ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഗ്യാസ് ഹോൾഡർ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ഹോൾഡർ അഥവാ നമ്മുടെ ഫ്ലോട്ടിംഗ് കവർ റൈസ് ചെയ്യും, പൊങ്ങാൻ തുടങ്ങും. സോ ഇവിടെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ ഈ ഡൈജസ്റ്ററിലുള്ള മൈക്രോബിയൽ ആക്ടിവിറ്റി മൂലം ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫ്ലോട്ടിംഗ് കവറായ ഗ്യാസ് ഹോൾഡർ പൊങ്ങും. ആ പൊങ്ങുന്നത് കാണാൻ പറ്റും. അതുപോലെ ഈ ഗ്യാസ് ഹോൾഡർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കവറിൽ നിന്ന് നമുക്കൊരു ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാസിന് പോകാൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. ഒരു ഗ്യാസ് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഗ്യാസ് പോകാനുള്ളത് ഈ ഗ്യാസ് അടുത്തുള്ള നിയർ ബൈ ഹൗസുകൾക്ക് എനർജി സോഴ്സായിട്ട് അതിന് യൂസ് ചെയ്യുന്നു, കുക്കിംഗ്, ലൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഇതിൽ നിന്നുള്ള വേസ്റ്റുകൾ പോകാനായിട്ടും അതിൽ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ലറി അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ സ്ലറി എടുത്ത് പിന്നീട് എന്തായിട്ട് യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. വൺസ് യൂസ്ഡ് സ്ലറി ഫെർട്ടിലൈസറായിട്ട്, ഇതിലത്തെ വേസ്റ്റ് വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ലറി പിന്നെ ഫെർട്ടിലൈസറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ ബയോഗ്യാസ് പ്ലാന്റ്. ഈ ഡൈജസ്റ്റർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ടാങ്കും ഗ്യാസ് ഹോൾഡർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് കവറുമാണ്. ഇതിലുണ്ടാകുന്ന മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഗ്യാസ് പ്രൊഡ്യൂസ് അനുസരിച്ച് ഗ്യാസ് ഹോൾഡറായ ഫ്ലോട്ടിംഗ് കവർ പൊങ്ങുന്നു, കീപ്പ് ഓൺ റൈസ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഗ്യാസ് ഔട്ട്ലെറ്റ്, ഒരു പൈപ്പിലൂടെ ഔട്ട്ലെറ്റ് കൊടുത്ത് അടുത്തുള്ള ഹൗസുകളിലേക്ക് കൊടുക്കുന്നു. പിന്നെ ഈ വൺസ് യൂസ് ചെയ്ത സ്ലറി ഫെർട്ടിലൈസറായിട്ടും ഉപയോഗിക്കുന്നു. സോ നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റുകളെ കൂടുതലായിട്ട് നമ്മൾ റൂറൽ ഏരിയാസിലാണ് കാണുന്നത്. റൂറൽ ഏരിയാസിലാണ് കൂടുതലായിട്ട് ബയോഗ്യാസിനെ നമുക്ക് കാണാൻ പറ്റുക. റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറങ്ങളിലാണ് ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മളതാണ് പറഞ്ഞ വില്ലേജിലൊക്കെ അല്ലെങ്കിൽ നിയർ ബൈ വില്ലേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അവിടെയാണ് കൂടുതലായിട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. അതായത് ഒരു ഫ്യൂവലാണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഒരു ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 23 to 28 ആണ് ഇതിൻ്റെ കലോറി വാല്യൂ എന്ന് പറയുന്നത്. സോ ബയോഗ്യാസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IARAയും അതുപോലെ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കമ്മീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.